ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലിന് യൂട്യൂബ് ചാനലിന് 100 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് എല്ലാവരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോസൊക്കെ കാണണം. വീഡിയോസിന് പല കുറവുകളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എനിക്ക് ആ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല. എന്നാൽ കൂടി തുടർന്ന് ചെയ്ത് വരുമ്പോൾ ഞാനതൊക്കെ പഠിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ തുടർന്ന് എല്ലാവരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഇത് എൻ്റെ മോളാണ് കേട്ടോ. അവളുടെ പേര് ലാവണ്യ. ഇത് ചേച്ചിയുടെ മോനാണ് ആര്യദേവ്. അപ്പോൾ നമുക്ക് കേക്ക് വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കിഫായ കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സ്പഞ്ച് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ക്രീമിലേക്ക് പിസ്ത പൊടിച്ചതും മിൽക്ക് മെയ്ഡും കൂടി മിക്സാക്കി വെച്ചതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചു. പൈനാപ്പിൾ ജ്യൂസും ഷുഗർ സിറപ്പും കൂടി മിക്സാക്കിയതാണ് കേട്ടോ. അത് കുറച്ച് നേരം തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ സ്പോഞ്ച് വെറ്റ് ചെയ്യാൻ അതാണ് ഉപയോഗിക്കുന്നത്. ആ ഷുഗർ സിറപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ചു. അതിലേക്ക് മാംഗോ ക്രഷും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്തത് വെച്ചതിന് ശേഷം രണ്ടാമത്തെ ലെയർ വെച്ചു. വീണ്ടും വെറ്റ് ചെയ്തതിന് ശേഷം സ്ട്രോബെറിയുടെ ക്രഷും മിൽക്ക് മെയ്ഡും കൂടി ആണ് കേട്ടോ രണ്ടാമത്തെ ലെയറിൽ വയ്ക്കുന്നത്. സ്ട്രോബെറിയുടെ ക്രഷും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്പഞ്ചും വെച്ചു. വീണ്ടും വെറ്റ് ചെയ്തതിന് ശേഷം ക്രം കോട്ട് ചെയ്യാണ്. ക്രം കോട്ട് ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ക്രീം മൊത്തം വെച്ച് ചെയ്തു. കാരണം പിസ്തയൊക്കെ പൊടിച്ചിട്ട് ക്രീമായതുകൊണ്ട് തന്നെ അത് നമ്മൾ വേസ്റ്റാക്കി കളയുന്നുണ്ടല്ലോ, അതിന് ടേസ്റ്റും കൂടുതലാണ്. അപ്പോൾ ആ മുഴുവൻ ക്രീം വെച്ചു ക്രം കോട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം ക്രം കോട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കേക്ക് പുറത്തേക്ക് എടുത്തു. ജംഗിൾ തീം കേക്കിലായ കാരണം കൊണ്ട് ഒരു ഗ്രീൻ കളറാണ് ഫൈനൽ കോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്രീം ഞാൻ ഫൈനൽ കോട്ടിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറ് കൊടുത്ത് കേക്ക് ഫിനിഷാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബേസിലും അതേ ഗ്രീൻ കളറൊക്കെ കൊടുത്ത് ഞാൻ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ഡിസൈൻ അയച്ചു തന്നതിൽ അടിവശത്തും ആ ബേസിലും ഒരു ഗ്രീൻ കളറായിരുന്നു. അപ്പോൾ ആ ഒരു ഡിസൈൻ ചെയ്യാൻ അങ്ങനെ ഒരു ഗ്രീൻ കളറ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിലും ഞാൻ അതേ കളർ തന്നെ ക്രീം കൊടുത്ത് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ കേക്ക് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ കുറച്ച് ഫോണ്ടൻറ്റിൻ്റെ വർക്കുകൾ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. ആദ്യമായിട്ട് എടുത്തത് ട്രീ ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ചെയ്യാൻ എടുത്തതിൽ എൻ്റെ പാളി എന്നുള്ളതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ട്രീ ചെയ്യാനെടുത്തിട്ട് അതിൻ്റെ തണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ലീഫ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ലീഫിലാണ് എൻ്റെ പണി പാളിയത്. ലീഫ് ഉണ്ടാക്കാൻ ഞാൻ തുടങ്ങി. അതിൻ്റെ ലീഫൊക്കെ ഒരുവിധം സെറ്റ് ചെയ്തു. ലീഫ് എന്നിട്ട് ഈ സ്റ്റമ്പുമായിട്ട് കുത്തി നിർത്താൻ നോക്കിയപ്പോഴാണ് പണി പാളിയത്. കാരണം ലീഫ് കീറിപ്പോരായിരുന്നു. അതിന് ഉള്ളിലൊരു ഒരു കോല് വെച്ചിട്ടാണ്, ഒരു സ്റ്റിക്ക് പോലത്തെ ഒരു ഇത് വെച്ചിട്ട് ഫ്ലെക്സിബിളായിട്ടുള്ളൊരു സ്റ്റിക്ക് തന്നെയാണ് ഞാനത് വെച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അവിടെ ഇരുന്നോളും, കറക്റ്റായിട്ട് ഇരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇരുന്നില്ല. ഡ്രൈ ആക്കാനൊക്കെ കുറേ നേരം ഓവനിലൊക്കെ വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. പക്ഷേ കറക്റ്റായിട്ട് ഇരുന്നില്ല, കീറിപ്പോരായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രാവശ്യം കൂടി ചെയ്ത് നോക്കാം. ഇപ്പോൾ അത് ചെയ്തത് ആയാലും കൂടി ഒന്നുകൂടി ചെയ്ത് നോക്കാം, ചിലപ്പോൾ ശരിയാവുമായിരിക്കും. ഇപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ടാവും ഇത്ര വേഗം സെറ്റാവാത്തതും അതങ്ങനെ കീറിപ്പോരുന്നതും. അപ്പോൾ ക്ലൈമറ്റിൻ്റെ ആവുമെന്ന് വിചാരിച്ചു. പിന്നെ രണ്ടാമതും ഞാൻ ഉണ്ടാക്കി നോക്കി. രണ്ടാമതും ഉണ്ടാക്കിയപ്പോഴും ശരിയാവില്ല. അവസാനം 18ാമത്തെ അടവ് ഞാൻ എടുത്തു. 18ാമത്തെ അടവ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കളർ പേപ്പർ മേടിച്ചിട്ട് അതിന് ഞാൻ കട്ട് ചെയ്ത് ലീഫിൻ്റെ ആ മോഡൽ ലീഫിൻ്റെ ആകൃതിയിൽ കട്ട് ചെയ്തെടുത്ത് അത് ഈ സ്റ്റമ്പമ്മ കുത്തി വെച്ച്
കേക്ക് സെറ്റാക്കി കൊടുക്കുകയാണ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ഒരു നിവൃത്തിയില്ല. കാരണം നമ്മളിപ്പോൾ ഇതിപ്പോൾ കീറി പോകണത് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് അതിൻ്റെ മുകളിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ അത് കീറിപ്പോവും ചിലപ്പോൾ. കേക്ക് ഫോട്ടോ എടുക്കുന്നത് വരെ ചിലപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് നിന്നാൽ കൂടിയും അത് അവിടെ എത്തുമ്പോഴേക്കും, കാരണം 10-15 കിലോമീറ്ററോളം കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും അതിൻ്റെ പണിക്കൂത്തം കഴിയും. അപ്പോൾ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോൾ ലീഫ് മാത്രം ഫോണ്ടൻറ്റിൽ ചെയ്തില്ല. ജിറാഫും ഒരു സിംഹവും കൂടി ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ജിറാഫിനെയും സിംഹത്തിനെയൊക്കെ ഞാൻ ഉണ്ടാക്കി. അങ്ങനെ ഫോണിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു. ഞാൻ കേക്കുമ്മേക്ക് ചെയ്ത ഫോണ്ടിൻ്റെ വർക്കുകളൊക്കെ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തത് എൻ്റെ ചേട്ടൻ്റെ ഫോണിലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫോണിൽ ആ പിക്ചർ നോക്കിയിട്ട് ചേട്ടൻ്റെ ഫോണിലാണ് വീഡിയോ എടുത്തത്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് അറിയണ്ടായിരുന്നില്ല ഈ വീഡിയോയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്. കാരണം വീഡിയോ ഇടയ്ക്ക് ഫോക്കസ് നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എൻ്റെ കൈയാണ് ഫോക്കസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ അത് എനിക്ക് അറിയണ്ടായിരുന്നില്ല, വീഡിയോ എടുത്തതിന് ശേഷമാണ് അറിയണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇത്രയും പാടുപെട്ട് വീഡിയോ ഒക്കെ എടുത്തതല്ലേ, ഞാൻ ചെയ്തൊരു വർക്കിൻ്റെ വീഡിയോ എടുത്തതല്ലേ. അപ്പോൾ പിന്നെ എൻ്റെ യൂട്യൂബിലുള്ള ഫ്രണ്ട്സൊക്കെ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ, എനിക്കിപ്പോൾ ഈ വീഡിയോ അല്ലേ ഇടാൻ പറ്റുള്ളൂ. ഇതിന് വേണ്ടി വേറൊരു കേക്കിൻ്റെ വീഡിയോ എടുത്ത് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പം ഞാൻ കേക്കൊക്കെ സെറ്റാക്കി. അപ്പോൾ കേക്കിൻ്റെ വർക്കുകളൊക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ
എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.